ദളിത് മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിക്കാറുണ്ട് ദേശീയ തലത്തിൽ. കേരളത്തിൽ ആ പ്രശ്നമില്ല. ദേശീയ തലത്തിൽ ദളിത് മുസ്ലിങ്ങളുടെ സംവരണത്തെ കുറിച്ച് എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കാം. അവർക്ക് സംവരണം കൊടുക്കേണ്ടതാണെന്ന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളോട് ആ കാര്യം ആവശ്യപ്പെടുന്നത്? അവർ തുല്യനീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കെ അവരൊരു നീതി നിഷേധത്തിന് കാരണമാകുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ ആ ചോദ്യം തന്നെ സ്വയം ഞാൻ ചോദിക്കാൻ കൂടി ബാധ്യസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പുലയ വിഭാഗമാണ് കേരളത്തിലെ റിസർവേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ മെജോറിറ്റി ഉള്ളതെങ്കിൽ ആ തുല്യ നീതിയെ സാമൂഹ്യ ആ, പുരോഗതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യരെ പ്രത്യേകമായി പരിഗണിക്കുന്നതിന് വേണ്ടി ആ, നമ്മൾ അനുവദിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സവർണരോട് സാമൂഹ്യ നീതി ആവശ്യപ്പെടുന്ന ആ, മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ പിന്നാലെ നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഉണ്ടെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് എന്ത് കാര്യമാണ് നമുക്കിടയിൽ വിഭാഗീയതയായി മാറാനിടയുള്ളത്? അങ്ങനെ വിഭാഗീയമാകുകയാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മൾ ജാതിയിൽ നിലനിൽക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. ജാതിയിൽ തുടരുന്നു എന്നുള്ളതാണ്. അംബേദ്കർ അല്ല നമ്മുടെ നേതാവ്, ബ്രാഹ്മണ്യമാണ് നമ്മുടെ നേതാവ് എന്നുകൂടിയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം തുല്യനീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒഴിവാക്കപ്പെട്ട മനുഷ്യരെ സംസാരിക്കണം. അംബേദ്കർ പറഞ്ഞത് തുല്യനീതിയെ കുറിച്ചാണ്, നമ്മൾ പറയുന്നത് തുല്യനീതിയെ കുറിച്ചാണ്. നമുക്ക് കിട്ടിയ നീതി ലഭ്യമാകാത്ത മനുഷ്യർ സത്യത്തിൽ കേരളത്തിൽ അത്തരം ശബ്ദങ്ങൾ പോലും ഇല്ല എന്നുള്ളൊരു ഒരു ദയനീയ സാഹചര്യമാണ്. ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് അത്തരം ഒഴിവാക്കപ്പെട്ട മനുഷ്യരെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ സംസാരിക്കുവാൻ പോലും ശേഷിയില്ലാത്ത മനുഷ്യരാണ്. ഇപ്പൊ ഈ എന്നൊക്കെ പറയുന്ന എസ് ടിയിലെ ചില വിഭാഗങ്ങളുണ്ട്. അപ്പോ അവർക്ക് സ്വയം സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത മനുഷ്യരാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം എന്താണ്, നമ്മുടെ സവർണ വിരുദ്ധത എന്താണ്, നമ്മുടെ ജാതി വിരുദ്ധത എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കും എന്നതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ അയ്യങ്കാളിയുടെ ഓർമ്മ പുതുക്കലിന്റെ ഘട്ടത്തിൽ അയ്യങ്കാളിയെ പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതിന്റെ ചോദ്യം ഇങ്ങനെ കൂടി നമ്മൾ പരിശോധിക്കണം എന്ന് നമുക്ക് കരുതേണ്ടതുണ്ട്. കാരണം ഇപ്പൊ പട്ടികജാതി പട്ടികജാതി വിഭാഗത്തിലെ പുലയർ എന്നുള്ള നിലയിൽ അയ്യങ്കാളി എന്റെ നേതാവാണ്, എന്റെ തലതൊട്ടപ്പനാണ്, എന്റെ കുലഗുരുവാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയുന്നവർ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പിന്തുടരുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം നടത്തിയ നീതിയുടെ പോരാട്ടങ്ങൾ സാമൂഹ്യ തുല്യതയുടെ വിതരണങ്ങളായിരുന്നു എന്നുള്ളതാണ് അതിന്റെ രത്നച്ചുരുക്കം. അപ്പോ അതിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാനാവണം. അല്ലെങ്കിൽ ഇനി തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുതിയ ലോകത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ നമ്മളെ നയിച്ചവർ വഴിതിരിച്ചുവിട്ട വഴിമാറ്റിവിട്ട നേതൃത്വങ്ങളായിരുന്നു നമ്മളെ നയിച്ചത് എന്ന് നമ്മളെ കൂടി എണ്ണിക്കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥിതിയിലേക്ക് മാറാനിടയുണ്ട്. ഗൗരവമായ ചർച്ച നടക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ നമ്മളൊരു ഇതിന്റെ ഉള്ളിലൊരു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു തമ്മിലടി എന്നുള്ള നിലയിൽ ഈ കാര്യത്തെ കാണാതെ ഒഴിവാക്കപ്പെട്ടു പോയ മനുഷ്യരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത് സ്വയം വിമർശനം കൂടിയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ സ്വത്വങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു പുലയ സ്വത്വത്തിൽ നിന്നും അതിനെ മറികടന്നുകൊണ്ട് ദളിത് സ്വത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന് അഭിമാനത്തോടു കൂടി വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ പറയുന്ന ഒരു കാര്യം കൂടിയായി നിങ്ങളിത് വിചാരിക്കണം. കാരണം അങ്ങനെ സ്വപ്നം ഒരേ തരത്തിൽ ഏകീകരിക്കപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ ഈ തുല്യതയിലേക്ക് ഇവരെ കൈപിടിച്ച് കൊണ്ടുവന്നതിന് ശേഷം സ്വയം നമ്മുടെ ഇടയിലുള്ള മതിലുകൾ പൊളിഞ്ഞു വീഴുകയാണ് വേണ്ടത്. അങ്ങനെ ഏകീകരിക്കപ്പെടുന്ന ഒരു മാതൃകയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ദളിതർ ഒരമ്മ പെറ്റ മക്കളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ തരത്തിലുള്ള ഐക്യവും നമ്മൾക്കിടയിൽ വരണം, സ്വാഭാവികമായി വരണം എന്ന് നമ്മൾ സ്വയം സ്വപ്നം കാണുന്നതുകൊണ്ട് അത് പ്രായോഗികമായി നടക്കാൻ ഇടയില്ല എന്നും കൂടി
ഒരു ആശങ്കയായി പങ്കുവെച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ച എല്ലാ മനുഷ്യ സ്നേഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും അയ്യങ്കാളിയുടെ ജന്മദിന ആശംസകൾ നേരുന്നു.